നീ എന്തൊക്കെയാണ് ചിഞ്ചുവി പറയുന്നത്? നിനക്ക് വട്ടായോ? അമ്മേ, ഇങ്ങനെ പോയാൽ എനിക്ക് ഉറപ്പായിട്ടും വട്ട് പിടിക്കും. എനിക്ക് അവിടെ ഒട്ടും പറ്റുന്നില്ലമ്മേ. അതുകൊണ്ടല്ലേ ഞാൻ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ. ഡി ചിഞ്ചു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ? ഈ ഇരിക്കുന്ന വീടും സ്ഥലവും ലോൺ വെച്ചിട്ടല്ലേ നിന്നെ ഞങ്ങള് കെട്ടിച്ചു വിട്ടത്. അതിന്റെ കടബാധ്യത പോലും ഇപ്പൊ തീർന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസം ആയതേ ഉള്ളൂ. അതിനുള്ളിൽ അവൾക്ക് ഡിവോഴ്സ് വേണം പോലും. നാട്ടുകാർ വല്ലതും അറിഞ്ഞാ പിന്നെ അത് മതി, പിന്നെ ജീവിച്ചിരിക്കണ്ട. നിനക്ക് ഇത് വല്ലതും അറിയണോ? അമ്മ എന്തിനാ അമ്മ ഈ നാട്ടുകാരെയൊക്കെ നോക്കുന്നത്? എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. എനിക്ക് അവിടെ ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ. അമ്മയ്ക്കറിയോ എന്റെ ഈ കവളത്തെ ഈ പാട്? എന്നെ അടിച്ചതാ അമ്മേ. ഇതൊക്കെ സഹിച്ച് ഞാൻ ഇനി അവിടെ തന്നെ നിക്കണം എന്നാണോ അമ്മ പറയുന്നേ? എന്റെ അടുത്തൊക്കെ എന്ത് നല്ല പെരുമാറ്റോടെയാ മോന്റെ. അവനെ പറ്റിയാണോ നീ ഇങ്ങനെ അനാവശ്യം പറയുന്നത്? നീ എന്തെങ്കിലും തറുതല പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ വല്ലതും തന്നതായിരിക്കും. നീ അതൊക്കെ അങ്ങ് മറന്നു കള. ഒരു കുടുംബജീവിതമൊക്കെ ആവുമ്പോ ഇങ്ങനൊക്കെ തന്നെയാ. അമ്മേ, എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് തീരെ പറ്റാത്തോണ്ടല്ലേ. അങ്ങേർക്ക് സംശയരോഗമാമേ. ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞു വന്ന് ചുമ്മാ എന്നെ ഉപദ്രവിക്കും. ഇതൊക്കെ സഹിച്ച് എനിക്ക് അങ്ങേരുടെ കൂടെ ജീവിക്കാൻ വയ്യമ്മേ. സഹിക്കുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പോകെ പോകെ എല്ലാം അങ്ങ് ശരിയാവും. നീ കുറച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്, എല്ലാം ശരിയാവും. പിന്നെ നീ അധിക ദിവസം ഇവിടെ നിക്കാന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. നീ ഇന്നൊരു ദിവസം ഇവിടെ നിന്നോ, നാളെ നേരം വെളുക്കുമ്പം നിന്നെ കെട്ടിച്ചുവിട്ട വീട്ടിലോട്ട് പൊക്കോണം. അമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ. നിന്നെ ഞാനിപ്പോ മനസ്സിലാക്കാൻ നിന്നാലേ ഈ കാണുന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് മൊത്തം ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും. എനിക്കതിന് പറ്റത്തില്ല. ഹലോ ആന്റി, നമ്മുടെ ബിന്ദുമ്മയുടെ മോള് ലീന ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണോ കൊന്നതാണോ എന്ന് അറിയത്തില്ലെന്നാ നാട്ടുകാർ പറയുന്നത്. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. വെക്കട്ടെ ആന്റി. മോളെ ചിഞ്ചു, നീ പോവാൻ റെഡിയായോ? ആ, എല്ലാം എടുത്തു വെച്ചമ്മേ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. മോളെ ചിഞ്ചു, മോളിനി ആ വീട്ടിലോട്ട് പോണ്ട. മോൾക്കൊട്ടും പറ്റുന്നില്ലെങ്കിൽ മോളങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. മോള് മറ്റുള്ളവർ പറയുന്ന ഒന്നും നോക്കണ്ട, നാട്ടുകാരെ നോക്കണ്ട. മോളുടെ അമ്മ കൂടെ ഉണ്ടാവും. എനിക്കെന്നും നിന്റെ സന്തോഷമാണ് വലുത്. നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി. ഈ സമയത്ത് നിന്റെ കൂടെ അല്ലാതെ ഞാൻ വേറെ ആരുടെ കൂടെ നിൽക്കുന്നേ? അമ്മ ഇന്നലെ എന്തൊക്കെയോ മോളോട് പറഞ്ഞു. മോളതൊക്കെ അങ്ങ് മറന്നേക്ക്. മോൾ ഇവിടുത്തെ ബാധ്യതയുടെ ഒരു കാര്യം ആലോചിക്കണ്ട. മോള് തൽക്കാലം മോളുടെ സേഫ്റ്റി മാത്രം നോക്കിയാൽ മതി. മോളിനി എങ്ങോട്ടും പോണ്ട.